മൂവാറ്റുപുഴയിൽ വോട്ടർമാർക്ക് കൗതുകമായി കുതിരയുമായി പ്രചാരണം. കാൽനടയായും വാഹനങ്ങളിലെത്തിയും മറ്റു സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിക്കുമ്പോഴാണ് LDF സ്ഥാനാർത്ഥി സെലിൻ ജോർജ് പ്രചാരണത്തിന് കുതിരയുമായി എത്തിയത്. മൂവാറ്റുപുഴ നഗരസഭയിലെ 17ാം വാർഡിലെ LDF സ്ഥാനാർത്ഥിയാണ് സെലിൻ ജോർജ്. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന മണിക്കൂറിലേക്ക് കടന്നതോടെ വോട്ടർമാരെ ആകർഷിക്കാൻ വ്യത്യസ്തമായ പ്രചാരണത്തിലാണ് സെലിൻ. വോട്ട് തേടിയെത്തുന്ന സെലിനൊപ്പം പ്രവർത്തകർ മാത്രമല്ല, ഒരു കുതിരയുമുണ്ട്. നമ്മള് ഈ കുതിര എൻ്റെ ഒരു സുഹൃത്തിൻ്റെയാണ്. വർഷങ്ങളായിട്ട് കുതിര സുഹൃത്ത് ഇങ്ങനെ പരിപാലിച്ച് വളർക്കണതാണ്. അപ്പോൾ ഈ പ്രാവശ്യം എൻ്റെ രണ്ടാമത്തെ ഒരു ഇലക്ഷൻ ഈ വാർഡിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടും ചിന്തിക്കാമെന്ന് വിചാരിച്ചു. കുതിര കൊണ്ടൊന്ന് വീട് കയറാമെന്ന് വിചാരിച്ചു. എന്തായാലും കുതിര നമ്മുടെ പ്രിയപ്പെട്ട ഒരു മൃഗമാണല്ലോ, ശക്തിമാനായിട്ടൊരു മൃഗമാണല്ലോ. അതായിരിക്കട്ടെ ഈ പ്രാവശ്യത്തെ പ്രധാനത്തിനൊരു കൊഴുപ്പാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സുഹൃത്ത് കുതിരയെ കൊണ്ടത്. 2 ദിവസമായിട്ട് ഈ കുതിരയുടെ പുറത്ത് കയറാൻ പറ്റുക എനിക്കൊരു പേടിയുണ്ട്. കുതിരനെ പിടിച്ചുകൊണ്ട് നമുക്കിങ്ങനെ വോട്ട് അഭ്യർത്ഥിക്കാനൊരു സന്തോഷമുണ്ട്. കാരണം കുതിര നമ്മുടെ ഒരു നല്ലൊരു മൃഗമാണല്ലോ. സെലിന്റെ അയൽവാസി ജെയിംസിന്റേതാണ് ഈ വളർത്തുകുതിര. കുളമ്പടി ശബ്ദത്തോടെ കുതിരയുമായി സ്ഥാനാർത്ഥി വീടിന് മുന്നിലെത്തുമ്പോൾ വോട്ട് ആർക്കു ചെയ്യുമെന്ന് തീരുമാനമെടുക്കാത്തവർ പോലും കുതിരയെ കാണാൻ ഓടിയെത്തും. വാർഡിൽ കഴിഞ്ഞ തവണ LDF സ്ഥാനാർത്ഥിയായിരുന്നു ജെയിംസ്. മുൻ കൌൺസിലർ കൂടിയായ സെലിന്റെ വിജയത്തിനായി പ്രചാരണത്തിൽ ജെയിംസും സജീവമാണ്. പ്രചാരണത്തിലെ ഈ കുതിരശക്തി LDFന് വിജയം നേടിക്കൊടുക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. ന്യൂസ് 18 മൂവാറ്റുപുഴ. തെരഞ്ഞെടുപ്പ് വന്നാൽ സൗഹൃദത്തിന് വലിയ വിലയൊന്നുമില്ല. രാഷ്ട്രീയത്തിന്റെ പേരിൽ മിത്രങ്ങൾ ശത്രുക്കളാകും. എന്നാൽ ഇടുക്കി കട്ടപ്പനയിൽ നരിയമ്പാറ വാർഡിൽ ഇടത് വലത് സ്ഥാനാർത്ഥികൾക്ക് ഇത് സൗഹൃദ മത്സരമാണ്. കട്ടപ്പന നഗരസഭ നരിയമ്പാറ വാർഡിൽ UDF സ്ഥാനാർത്ഥി മനോജ് മുരളി, LDF സ്ഥാനാർത്ഥി സാബു. ഇരുവരും ബാല്യകാല സുഹൃത്തുക്കൾ, സഹപാഠികൾ. രണ്ടുപേരും കണ്ടുമുട്ടിയത് ഇവരുടെ അധ്യാപകനായ CK ജേക്കബ് സാറിന്റെ വീട്ടിൽ വെച്ച്. ഇരുവരും സാറിന്റെ പ്രിയ ശിഷ്യർ. അതുകൊണ്ട് തന്നെ അനുഗ്രഹവും ഒരുമിച്ച്. ഇവര് തമ്മിലൊരു ശത്രുതയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നല്ല വളരെ സാഹോദര്യ ബുദ്ധിയ മത്സരമാണ്. ഒരു പ്രശ്നമൊന്നുമില്ല, യാതൊരു അഭിപ്രായ വ്യത്യാസമോ അങ്ങനെയൊന്നുമില്ല. കാരണം ഇവർ രണ്ടുപേരും ആണെങ്കിൽ ഞങ്ങളുടെ സ്കൂളിൻ്റെ അലുമിനി നേതാക്കളാണ്. മനോജ് മുരളി നിലവിൽ നഗരസഭാ കൗൺസിലറാണ്. സാബുവിന് ഇത് കന്നിയംഗം. തിരഞ്ഞെടുപ്പ് പോരാട്ടം സൗഹൃദത്തിന് ഒരു പോറലും ഏൽപ്പിക്കില്ലെന്ന് ഇരുവർക്കും ഉറപ്പുണ്ട്. എനിക്ക് തോന്നുന്നത് കട്ടപ്പന നഗരസഭയിലെ ഏറ്റവും സൗഹാർദ്ദപരമായ ഒരു മത്സരം നടക്കുന്ന ഒരു സ്ഥലമായിരിക്കും. ഇത് കഴിഞ്ഞ് എല്ലാ ദിവസവും വൈകുന്നേരം ഞങ്ങൾ ഇപ്പോഴും പടക്കടയിൽ കാണുന്നുണ്ട്. ഞങ്ങൾ പരസ്പരം ഇതിനു മുമ്പ് എങ്ങനെയായിരുന്നു അതിനേക്കാൾ കുറച്ചുകൂടെ ബന്ധത്തിൽ ഊഷ്മളത വരുത്തിക്കൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സാബുവിൻ്റെ രാഷ്ട്രീയ ചിന്താഗതി എന്നും വ്യത്യസ്തമായിരുന്നു. ആ വ്യത്യാസവും അഭിപ്രായ വ്യത്യാസങ്ങളും ഒന്നുമില്ലാതെ ലൈബ്രറി ഭാരവാഹികൾ എന്ന നിലയിലും പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഭാരവാഹികൾ എന്ന നിലയിലും ഞങ്ങൾക്ക് യോജിച്ച് എങ്ങനെയോ പോകാൻ പറ്റി. ആ പോകുന്ന പോക്ക് ഇപ്പോഴും തുടരുന്നു. മിക്കവാറും എല്ലാ ദിവസവും ഓരോ ദിവസത്തെ ഇലക്ഷൻ വർക്ക് പ്രവർത്തനങ്ങൾ എന്തായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിക്കാറുണ്ട്. രാഷ്ട്രീയത്തിന്റെ പേരിലുള്ള വെല്ലുവിളികൾക്കല്ല, ഈ സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പ് സൗഹൃദം ഊട്ടിയുറപ്പിക്കാനുള്ള വേദി കൂടിയാണ്. ന്യൂസ് 18 ഇടുക്കി. ആലപ്പുഴ നഗരസഭയിൽ NDA സ്ഥാനാർത്ഥി ഇല്ലാത്ത വാർഡാണ് വാടക്കൽ. നഗരസഭയുടെ തെക്കേ അതിരാണ് ഈ തീരദേശ വാർഡ്. മനോഹരമായ ഭൂപ്രകൃതി കൊണ്ട് ടൂറിസം സാധ്യതകൾ ഏറെയുള്ള പ്രദേശം. വിവിധ മുന്നണികൾ വാടക്കലിനായി എന്താണ് കരുതി വച്ചിരിക്കുന്നത്? തീരദേശത്തിൻ്റെ കണ്ണീരകറ്റാൻ ആർക്കാണ് കഴിയുക? നമുക്ക് പരിശോധിക്കാം. ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്നത് തീരദേശ മേഖലകളിലാണെന്ന് പറയാം. നമ്മളിപ്പോൾ ഉള്ളത് വാടക്കൽ വാർഡിലാണ്. നമുക്ക് പിന്നിലേക്ക് നോക്കിയാൽ അതിമനോഹരമായ ഒരു ഭൂപ്രകൃതിയാണ്. വാടക്കൽ പൊഴിയുടെ തൊട്ടടുത്താണ് നമ്മളുള്ളത്. ടൂറിസം സാധ്യതകൾ ഒരുപാട് ഉള്ള ഒരു ഇടം കൂടിയാണ്. അതൊക്കെ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാനാണ് ഓരോ സ്ഥാനാർത്ഥികളും ലക്ഷ്യം വെക്കുന്നത്? ജനങ്ങൾക്ക് മുന്നിലേക്ക് അവർ എന്ത് ഓഫറാണ് വെക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇനി ചോദിച്ചറിയേണ്ടത്. നമ്മളോടൊപ്പം ഇടതുപക്ഷ സ്ഥാനാർത്ഥി വാടക്കലിലെ VG വിഷ്ണു ആണ് നമ്മളോടൊപ്പം ഉള്ളത്. വിഷ്ണു, വാടക്കൽ മാറിയിട്ടുണ്ട്, ഒരുപാട് മാറിയിട്ടുണ്ട്. വളരെ ഭംഗിയുള്ളൊരു സ്ഥലമായി മാറിയിരിക്കുന്നു. എന്താണ് ഇടതുപക്ഷം വാടക്കൽ ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്? വികസനത്തിൻ്റെ അജണ്ട തന്നെയാണ് ഞങ്ങൾ പൊതുവായി ചർച്ച ചെയ്യുന്നത്. കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് ഈ പ്രദേശത്തേക്ക് വരാൻ കഴിഞ്ഞത് ഈ വാടപ്പുഴി പാലം പൂർത്തീകരിച്ചുകൊണ്ടാണ്. തീരദേശവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട യാത്രാ സൗകര്യങ്ങളിലൊരു കീറാമുട്ടിയായിരുന്നു വാടപ്പുഴി പാലം. ആ പാലം യാഥാർത്ഥ്യമായതോടുകൂടി ആ തീരദേശത്തെ ജനങ്ങൾക്ക് യഥേഷ്ടം സഞ്ചരിക്കാൻ കഴിയുന്ന അന്തരീക്ഷം ഉണ്ടായി. മത്സ്യത്തൊഴിലാളികളുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഈ തീരം നഷ്ടപ്പെടുന്നു, മത്സ്യബന്ധന മേഖലകളിൽ പ്രതിസന്ധി ഉണ്ടാകുന്നു. അപ്പോൾ പൊതുവേ ആളുകൾ മത്സ്യബന്ധന മേഖലയിൽ നിന്ന് വേറിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് അത് ഉപേക്ഷിച്ച് പോകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അവരെ എങ്ങനെ നമുക്ക് പിന്നീട് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് LDF കരുതുന്നത്?
തദ്ദേശീയരായ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു കാലത്തും ലഭിക്കാത്ത നിലയിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ. അവരുടെ മത്സ്യയാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ, കടലിൽ പോയി ആർക്കെങ്കിലും അപകടമുണ്ടായാൽ അവർക്ക് അവരുടെ പഞ്ചമാസ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് തിരികെ കൊടുക്കാൻ ഇപ്പോൾ പെൻഷൻ മറ്റ് ആനുകൂല്യങ്ങളൊക്കെ സംബന്ധിച്ചൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. അതെ, തീരദേശ ഗ്രാമങ്ങളിൽ നിന്ന് നമുക്ക് ഇനി നഗരപ്രദേശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. മുല്ലയ്ക്ക ഉൾപ്പെടെയുള്ള നഗരത്തിന്റെ ഹൃദയഭാഗങ്ങളുണ്ട്. അവിടെയുമൊക്കെ വലിയ തെരഞ്ഞെടുപ്പ് ചൂടിൽ തന്നെയാണ്. എന്തായാലും വിഷ്ണു, ആശംസകൾ. ഒരുപാട് ടൂറിസം സാധ്യതകളൊക്കെ ഉള്ള ഒരിടമാണ് വാടക്കൽ, അല്ലേ? ഒരു ഡെവലപ്പ് ചെയ്യാൻ ഒത്തിരി പറ്റുന്ന ഒരു സ്ഥലമാണ്. ഭയങ്കര ഭംഗിയുള്ളൊരു ഭൂപ്രദേശമാണ്. അപ്പോൾ UDF എന്തൊക്കെയാണ് വോട്ടർമാരുടെ മുന്നിലേക്ക് വെക്കാൻ കഴിയുക? എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളായിരിക്കും നിങ്ങൾ വെക്കുക? തീർച്ചയായിട്ടും ഇതൊരു തീരദേശ ഗ്രാമമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പരിച്ഛേദം, ഈ വാർഡിൻ്റെ പരിച്ഛേദം എടുത്തിട്ട് നമ്മളൊരു പ്രകടന പത്രിക പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും നമ്മുടെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിൻ്റെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് ഒരു സുസ്ഥിര വികസന കേന്ദ്രമാക്കി ഇതിനെ മാറ്റുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചിന്തയാണ് അല്ലെങ്കിൽ ലക്ഷ്യമാണ് നമുക്കുള്ളത്. മറ്റൊന്ന് കാർബൺ ന്യൂട്രൽ ഗ്രാമ തീരപ്രദേശമാക്കുക എന്നുള്ളതാണ്. അത് കൂടാതെ നമുക്കറിയാം ഈ ഗ്രാമത്തിൽ, ഈ വാർഡിൽ കൂടുതൽ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളാണ്. അവർ സാധാരണ മത്സ്യബന്ധനത്തിന് പോയി തിരികെ വരുമ്പോൾ അവർക്ക് കൃത്യമായി വിശ്രമിക്കാനോ അവരുടെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ സൂക്ഷിക്കുവാനും ഒക്കെ ഉള്ളൊരിടം അത് 2015-20 UDFിൻ്റെ നഗരസഭ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഈ മത്സ്യഗന്ധിയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. അത് കൂടുതൽ സൗകര്യത്തോടുകൂടെ നമ്മൾ ഒരു കൂടുതൽ സൗകര്യങ്ങളോട് കൂടിയ ഒരു ഫിഷർമെൻ ഫെസിലിറ്റി സെൻ്ററാക്കി നമ്മൾ രൂപപ്പെടുത്തും. വാർഡിലെ എല്ലാ തോടുകളും 2015-20 കാലഘട്ടത്തിൽ അമൃത് പദ്ധതിയിൽപ്പെടുത്തി ബഹുമാനപ്പെട്ട MP ശ്രീ KC വേണുഗോപാലിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം ആലപ്പുഴ നഗരസഭയെ ഈ പദ്ധതിയിൽപ്പെടുത്തുകയും ആ തോടുകൾക്ക് കല്ല് കെട്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വാടപ്പുഴയ്ക്ക് ആഴം കൂട്ടി കല്ല് കെട്ടി. ഇവിടെ ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം ഊർജ്ജക്ഷമതയുള്ള LED ലൈറ്റുകൾ നമ്മൾ 2015-20 കാലഘട്ടത്തിൽ ഇട്ടിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശത്ത് മത്സ്യബന്ധന മേഖലയെ കേന്ദ്രീകരിച്ചുള്ള പദ്ധതികളായിരിക്കും കൂടുതലായി വാടക്കൽ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനോടൊപ്പം ടൂറിസം പ്രധാന ഫോക്കസ് അതാണ്. അതുകൂടാതെ നമ്മുടെ മേഖലയിൽ ഈ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ തീരദേശത്തെ ആകെ പിടിമുറുക്കുകയാണ്. അപ്പോൾ ആ ക്യാൻസറിനെതിരെയുള്ള ശക്തമായ ബോധവൽക്കരണ പരിപാടികൾ നമ്മൾ നടപ്പിലാക്കും. അതുപോലെ തന്നെ ഒരു പ്രത്യേകത നമ്മൾ കണ്ടു, ഇവിടെ LDF UDF ഉള്ളൂ, NDAക്ക് സ്ഥാനാർത്ഥി ഇല്ല, അല്ലെ? നിങ്ങൾക്ക് അത്രയും ഒരു കുറഞ്ഞു. അത് ശരിക്കും എല്ലാ വാർഡുകളിലും 3 മുന്നണികളും സ്വതന്ത്രന്മാരുമൊക്കെയാണ് ഉള്ളത്. ഇവിടെ LDF UDF എന്ന ഇതാണ്. തീർച്ചയായിട്ടും LDF UDF തമ്മിലുള്ള പോരാട്ടമാണെങ്കിൽ പോലും ഈ മറ്റ് ചിന്താധാരകളിലുള്ളവരും ഈ ഇവിടുത്തെ വികസനം, ഈ 2015-20 കാലയളവിൽ ഈ വാർഡിൽ നടത്തിയിട്ടുള്ള വികസനങ്ങൾ അവരുടെ മനസ്സിലുണ്ട്. തീർച്ചയായിട്ടും അവർ വോട്ടായി മാറും. അതിന് യാതൊരുവിധ സംശയത്തിനും ഇടം നൽകുന്നില്ല. ആശംസകൾ. പാടപ്പുഴിക്കാർക്ക് വായനശാലയൊക്കെ ഇല്ലെന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങളുടെ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഉഷാറാണോ ഇവിടെ തെരഞ്ഞെടുപ്പ്? അങ്ങനെ നിഷ്പക്ഷമായിട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. കാര്യം എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. പിന്നെ നല്ലത് ചെയ്യുന്ന ആരാണോ അവർക്ക് വോട്ട് ചെയ്യും. എങ്ങനെയുണ്ട് ഇപ്പോൾ വാടപ്പുഴി ഇത്തവണ ആർക്ക് അനുകൂലമായിരിക്കും എന്നൊക്കെ കരുതുന്നു? നല്ല മത്സരമാണ് ഇവിടെ. 2 നാട്ടുകാരാണ്, സുഹൃത്തുക്കളാണ്, പ്രത്യേകിച്ച് അറിയപ്പെടുന്ന 2 വ്യക്തികൾ. ആരോടും ഇപ്പൊ പിന്നെ മനസ്സിൽ വെക്കുന്നതല്ലേ നല്ലത്. എങ്ങനെയുണ്ട് ഇതൊരു കോൺഗ്രസ്? നേരത്തെ കോൺഗ്രസ് ആയിരുന്നു ഈ, അല്ലേ? വാടക്കൽ ഇത് ഈ മുനിസിപ്പാലിറ്റി 36-ാം വാർഡ് എന്ന് പറയുന്നത് 36 നിൽക്കുമ്പോൾ ഇപ്പൊ 27 അല്ല, ഇപ്പൊ 27 40. ഇവിടെ UDFിന്റെ സീറ്റായിരുന്നു ഇത്. മാറി മറിഞ്ഞ 1-2 പ്രാവശ്യമൊക്കെ LDFന് കിട്ടി. ഇപ്പൊ ഈ കിടപ്പ് ടൈറ്റ് മത്സരം. ഇവിടെ വാടക്കൽ ഇപ്പൊ നടക്കുന്ന ടൈറ്റ് മത്സരം ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്ന ഇടങ്ങളിൽ ഒന്നാണ്. ഇവിടെ വരും. അത് കഴിഞ്ഞാണ് കഴിഞ്ഞ ഇലക്ഷനിൽ ഇത് LDFിലേക്ക് പോയത്. നിലവിൽ ഇപ്പൊ നിൽക്കുന്ന ഒഴുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടാണ് ഒന്നും പറയാൻ പറ്റും. കാരണം രണ്ടുപേരും ടൈറ്റ് മത്സരമായിട്ടാ തോന്നുന്നത്. പിന്നെ സീറ്റിന് പിടിവലിയൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ പോയി. ത്രികോണ മത്സരം ഇല്ല. BJP സ്ഥാനാർത്ഥി ഇല്ലാത്ത വാർഡ് കൂടി ആയിട്ടാ തള്ളിപ്പോയല്ലേ നോമിനേഷൻ? അങ്ങനെ ഒരു കൂട്ടം ഇല്ല. അതാണ് സമാധാനം. എല്ലാരും മത്സരിക്കണ്ടേ? പിന്നെ വേണം, അത് വേണം. രാഷ്ട്രീയമാകുമ്പോ എല്ലാരും വരണം. എന്നാലൊരു ത്രില്ലുള്ളൂ. പിന്നെ
നമുക്കൊരു ടൈറ്റ് കോമ്പറ്റീഷൻ വേണ്ടേ? 3 പേര് വരുമ്പോഴാണ്, അല്ലെങ്കിൽ 3-ലധികം സ്വാതന്ത്ര്യം ഒക്കെ വരുമ്പോഴാണ് ഒരു ടൈറ്റ് മത്സരം വരുന്നത്. ആ വീട് വരെ മുനിസിപ്പാലിറ്റി തൊട്ടപ്പുറത്ത്, അതായത് നമ്മള് കാലെടുത്ത് അങ്ങോട്ട് വെച്ചാല് ഒരു ലൈൻ വീട് അപ്പുറത്ത്. പഞ്ചായത്ത് ഏത് പഞ്ചായത്ത്? പുന്നപ്രയാ? ഒന്നാം വാർഡ്. ഓ, പുന്നപ്ര വടക്ക് പഞ്ചായത്ത് അല്ലേ? പഞ്ചായത്ത് ഒന്നാം വാർഡ്. അതാണ്, അതായത് ഇവർ അപ്പുറം ഇപ്പുറം നിൽക്കുന്നവരാണ്, പക്ഷെ ഇവർ ഇപ്പുറത്താണ്. എല്ലാവരുടെയും ബഹളം കേൾക്കാം ഇവിടെ. ആണല്ലേ? പുന്നപ്രയിൽ വരും, വാടിക്കൽ നിന്നും വരും, എല്ലാ വീടെയൊക്കെ ആയിരിക്കും. ഇന്നലെ നമ്മുടെ MP ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, KC വേണുഗോപാൽ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. അല്ല, ഇന്നലെ ഇല്ലായിരുന്നു. ഇന്നലെ പൊതുവെ ഒരു കോൺഗ്രസ് മണ്ഡലം എന്ന് പറയുമ്പോഴും ഇപ്പൊ അങ്ങനൊന്നും പറയാൻ പറ്റത്തൊരു അവസ്ഥയായല്ലേ? പറയാൻ പറ്റത്തില്ല. അതായത് KC തുടക്കം മുതൽ ഈ വാടക്കയിൽ നിന്നാണ് പ്രചരണം തുടങ്ങുന്നത്. അതായത് 10 MLA ആയ കാലം മുതൽ KC വേണുഗോപാൽ ഇവിടുന്ന തുടങ്ങുന്നത്. അതായത് കോൺഗ്രസ് അത്രയും പ്രാധാന്യം കൊടുക്കുന്ന സ്ഥലമാണ്. മത്സ്യഗന്ധി നമ്മളൊക്കെ എപ്പോഴും ഷൂട്ടിന് വരുന്ന ഒരു സ്ഥലമായിരുന്നു. അതാണ്. അപ്പൊ എന്തെങ്കിലും നമ്മളിപ്പോ നിൽക്കുന്നത് പുന്നപ്ര വടക്ക് പഞ്ചായത്തിന്റെയും ആലപ്പുഴ നഗരസഭയുടെയും നടക്ക് ആയുള്ള ആ ബോർഡർ ലൈനിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഇവർ പറഞ്ഞ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പ്രചരണം കേട്ടോണ്ടിരിക്കുകയാണ് ഫുൾ ടൈം. ഇവർക്ക് ചെവിക്ക് റെസ്റ്റ് ഇല്ല എന്നുള്ളതാണ്. എന്തായാലും ഇനിയിപ്പോ കുറെ നിശബ്ദ പ്രചരണ കാര്യങ്ങളിലേക്കൊക്കെ കടക്കുകയാണ്. ഒരു ഫൈനൽ മൊമെന്റിലേക്ക് എല്ലാവരും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഫൈനൽ മൊമെന്റിൽ തീ വാറുന്ന പോരാട്ടങ്ങളാണ് എല്ലായിടത്തേക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വാടക്കൽ വാർഡിൽ ഇടതുപക്ഷവും LDFും UDFും തമ്മിലാണ് മത്സരം. NDA സ്ഥാനാർത്ഥിയില്ല, BJP ആയിരുന്നു ഇവിടെ സീറ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ നോമിനേഷൻ തള്ളിപ്പോയിട്ടുണ്ട്. അങ്ങനെ ആലപ്പുഴ നഗരസഭയിൽ BJP അല്ലെങ്കിൽ NDA സ്ഥാനാർത്ഥി ഇല്ലാത്തൊരു വാർഡെന്ന പ്രത്യേകത കൂടി വാടക്കലിനുണ്ട്. UDFിലെ മുതിർന്ന നേതാക്കളായ K മുരളീധരൻ, MK മുനീർ തുടങ്ങിയവരുടെ വാർഡായ കോഴിക്കോട് കോർപ്പറേഷനിലെ ചക്കരോത്തുകുളത്ത് കഴിഞ്ഞ തവണ മുന്നണി സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തായിരുന്നു. ഇത്തവണ ഡിവിഷൻ തിരിച്ചുപിടിക്കാനായി UDF മത്സരത്തിന് ഇറക്കുന്നത് യൂത്ത് കോൺഗ്രസ് നേതാവായ M ഷിബുവിനെയാണ്. ഫാഷൻ ഡിസൈനറും വ്യവസായ സംരംഭകനുമായ ഷിബു ഡിവിഷൻ തിരിച്ചുപിടിക്കാമെന്ന ശുഭപ്രതീക്ഷയിലാണ്. കോഴിക്കോട് കോർപ്പറേഷനിലെ ചക്കരോത്തുകുളം ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത് യൂത്ത് കോൺഗ്രസ് നേതാവായ M ഷിബു ആണ്. ഏതാണ്ട് അവസാന ലാപ്പിലേക്ക് പ്രചാരണം എത്തുകയാണ്. എന്താണ് ഒരു പ്രതീക്ഷ? നിലവിൽ കൈവിട്ടുപോയ ഒരു വാർഡാണ് ഇത്. അതെ, നിലവിൽ 3ാം സ്ഥാനത്തുള്ള വാർഡാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഈ പ്രാവശ്യം അത് 1ാം സ്ഥാനത്തായിരിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രതീക്ഷ. അവസാന ലാപ്പിലേക്ക്